മക്കളെ, ജെഇ മെയിൻ 2025 ക്വാളിഫൈ ചെയ്ത, അതായത് ജെഇ അഡ്വാൻസ്ഡ് 2025 എഴുതാൻ എലിജിബിൾ ആയ കുട്ടികൾക്ക് ജെഇ അഡ്വാൻസ്ഡിന് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണത്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ജെഇ അഡ്വാൻസ്ഡിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ്, എക്സാം എന്നാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, അതായത് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയും. അപ്പോൾ ജെഇ അഡ്വാൻസ്ഡിൻ്റെ ഇൻഫർമേഷൻ ബ്രോഷറിലേക്ക് വരുന്നു. നിങ്ങളിതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട സൈറ്റ് ജെഇ അഡ്വാൻസ്, അതായത് JEE.adv.ac.in എന്നുള്ള സൈറ്റിലാണ്. ഇക്കുറി ജെഇ അഡ്വാൻസ്ഡ് നടത്തുന്നത് കാൺപൂർ IIT ആണ്. ഏകദേശം 23 IITs ആണുള്ളത്. 23 IITകളുണ്ട്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ ഞാൻ ആദ്യ വീഡിയോയിൽ, ഇതിന് മുമ്പിട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു, IIT കൂടാതെ ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്തവർക്ക് NIT ഒക്കെ പോവാം. പക്ഷേ IITയിലേക്ക് പോകണമെങ്കിൽ ജെഇ അഡ്വാൻസ്ഡ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഈ 23 IITയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ജെഇയുടെ അഡ്വാൻസ്ഡ് ക്വാളിഫൈ ആവണം. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്ന് നോക്കുക. ഈസ്റ്റ് സോണിൽ ഭുവനേശ്വർ ഉണ്ട്, ഖരഗ്പൂർ ഉണ്ട്, ധൻബാദ് ഉണ്ട്, ഭിലായ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സോൺ കൊടുത്തിട്ടുണ്ട്. അതിൽ കേരളത്തിൽ പാലക്കാട് IIT ഉൾപ്പെടെ ഓരോ സോണിലും പെട്ട IITകളുടെ ലിസ്റ്റ് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ജെഇ അഡ്വാൻസ്ഡ് വഴി IITകളിൽ പഠിക്കാവുന്ന കോഴ്സുകളുടെ ലിസ്റ്റാണിത്. BTech കോഴ്സ് ഉണ്ട് 4 വർഷത്തെ, BS ബാച്ചലർ ഓഫ് സയൻസ് ഉണ്ട് 4 വർഷത്തെ, BArch കോഴ്സ് 5 വർഷത്തെ, ഡ്യുവൽ ഡിഗ്രി BTech MTech പ്രോഗ്രാം ഉണ്ട്, ഡ്യുവൽ ഡിഗ്രി BSMS പ്രോഗ്രാം ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് MTech ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് BSMS ഉണ്ട്, ഡ്യുവൽ ഡിഗ്രി BTech MBA കോഴ്സസ് ഉണ്ട്, ഡ്യുവൽ ഡിഗ്രി BS MBA കോഴ്സസ് വേറെയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഈ കോഴ്സുകളുടെ ഡീറ്റെയിൽ നോക്കിയാൽ അറിയാം. 5 വർഷത്തെ കോഴ്സാണ്. ഡ്യുവൽ ഡിഗ്രി ബാച്ചലർ ഓഫ് ടെക്നോളജി ആൻഡ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ഡ്യുവൽ ഡിഗ്രി ബാച്ചലർ ഓഫ് സയൻസ് ആൻഡ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അങ്ങനെ ഡീറ്റെയിൽ നോക്കിയാൽ ഒന്ന് BTech MBAയും ഒന്ന് BS MBAയും ആണെന്ന് മാത്രം. ഇത്രയുമാണ് കോഴ്സസ്. ഇതല്ലാത്ത കോഴ്സുകളുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്നതൊക്കെ ജെഇ അഡ്വാൻസ്ഡ് വഴി വരുന്ന കോഴ്സസ് ആണ്. ഇതിലെ സീറ്റ് റിസർവേഷൻസ് നോക്കിയാൽ EWSന് 10% സീറ്റ് റിസർവേഷൻ ഉണ്ട്. 27% സീറ്റ് OBCയിലെ NCL കാറ്റഗറിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. 15% സീറ്റ് SC കാൻഡിഡേറ്റിനും 7.5% ST കാൻഡിഡേറ്റിനും മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ ഡിഫൻസ് സർവീസ് കാൻഡിഡേറ്റുകൾക്ക് സീറ്റ് ബാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റിസർവേഷൻ ഉണ്ട്. അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റിന് സൂപ്പർ ന്യൂമററി സീറ്റുകളുമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് റിസർവേഷൻ. ഇതിലെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഈ OBC അല്ലെങ്കിൽ EWS കാറ്റഗറി ഒക്കെ നോക്കിയാൽ ഇതിൻ്റെ എല്ലാം ഒരു പർട്ടിക്കുലർ 5%ഓളം അതത് കാറ്റഗറിയിൽ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കുമുണ്ട്. ഇനി ജെഇ അഡ്വാൻസ്ഡ് റാങ്ക് വഴി പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ 23 IITകൾ, അതുകൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരുവിൽ, അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഐസറുകളിൽ. ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഐസറിൻ്റെ ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ എല്ലാ അഡ്മിഷനും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫർദർ അപ്ഡേറ്റ് കൂടി നമുക്ക് കിട്ടാനുണ്ട്. പക്ഷെ ബാക്കി ആദ്യത്തെ ഇതിൽ സംശയങ്ങളില്ല. അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി IIST തിരുവനന്തപുരത്തെ അഡ്മിഷൻ അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ്. അതേപോലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ടെക്നോളജി റായ്ബറേലി അങ്ങനെയാണ്. അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി വിശാഖപട്ടണവും അങ്ങനെ തന്നെയാണ്. ഇനി ജെഇ അഡ്വാൻസ്ഡിൻ്റെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ഷെഡ്യൂൾ നോക്കുക. 2 പേപ്പറായിട്ടുണ്ട്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. 3 മണിക്കൂർ വീതമുള്ള. പേപ്പർ 1ന് 3 മണിക്കൂർ ഉണ്ടാവും, പേപ്പർ 2ന് 3 മണിക്കൂർ ഉണ്ടാവും. അങ്ങനെ 2 ടെസ്റ്റാണ്. 2 പേപ്പറും നിർബന്ധമായിട്ട് എഴുതണം. പേപ്പർ 1ഉം പേപ്പർ 2ഉം രണ്ടും നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. പേപ്പർ 1 ഇതിൻ്റെ എക്സാം ഡേറ്റ് നോക്കാം, മെയ് 18 എക്സാം. മെയ് 18 എക്സാം. പേപ്പർ 1 9 മണി തുടങ്ങി 12 മണി വരെയും, ഉച്ചയ്ക്ക് ശേഷം 2:30 തുടങ്ങി 5:30 വരെയുമാണ് പേപ്പർ 2. ഈ ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്ത കുട്ടികളിൽ 2.5 ലക്ഷം പേരെയാണ് ജെഇ അഡ്വാൻസ്ഡിലേക്ക് ക്വാളിഫൈ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നോക്കി അറിയാം. ഓപ്പൺ കാറ്റഗറിയിൽ ഓപ്പണിൽ ഏകദേശം 96,187. അതേപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ജനറൽ കാറ്റഗറി 5063. അങ്ങനെ ഏകദേശം 1,01,250 കുട്ടികൾ ജനറൽ കാറ്റഗറിയിൽ. ഇനി 25,000 കുട്ടികൾ EWSും അതിലെ ഫിസിക്കൽ ഡിസബിലിറ്റിയും, OBC NCLും അതിൻ്റെ ഡിസബിലിറ്റിയും കൂടെ ചേർത്ത് 67,500. SC കാറ്റഗറി എല്ലാം കൂടെ ചേർത്ത് 37,500. STയിലും 18,750. ഇത്രയും അങ്ങനെ 2 ലക്ഷം പേരെയാണ് അഡ്വാൻസിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ എലിജിബിലിറ്റി നോക്കുക. ഒരുപാട് കുട്ടികളുടെ സംശയം അതായിരിക്കും, ഞാൻ അതിന് എലിജിബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ മെയിൻ ക്വാളിഫൈ ചെയ്ത് അഡ്വാൻസ്ഡിന് വേണ്ടി ക്വാളിഫൈ ആയി എന്ന് വിചാരിക്കാം. എങ്കിൽ കൂടി ഈ പറഞ്ഞ ഏജ് ലിമിറ്റുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുക, അല്ലെങ്കിൽ IITയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതിൽ ഒന്നാമത്തേതാണ് ഏജ് ലിമിറ്റ്. ആദ്യം തന്നെ ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ബീൻ ബോൺ ഓൺ ഓർ ആഫ്റ്റർ October 1, 2000. അതായത് October 1, 2000
2000 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. എന്നാൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടാർക്ക് SC ST ഫിസിക്കൽ ഡിസബിലിറ്റി കാൻഡിഡേറ്റ് അവരെന്ത് ചെയ്താൽ മതി? ഒക്ടോബർ 1 95 ശേഷം ജനിച്ചവരായാൽ മതി. ഈ ഡേറ്റും ഇതിന് ശേഷമുള്ള ഡേറ്റിൽ ജനിച്ചവരെ മാത്രമാണ് പരിഗണിക്കുക. ഇനിയുള്ളത് നമ്പർ ഓഫ് അറ്റംപ്റ്റ് ആണ്. ഒരു കുട്ടിക്ക് JEE അഡ്വാൻസ്ഡ് മാക്സിമം 2 പ്രാവശ്യം എഴുതാൻ പറ്റൂ. അപ്പോൾ അതിനകത്ത് 2 കൺസിക്യൂട്ടീവ് ഇയർ, 2 തുടർച്ചയായ വർഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഇതിന് പിന്നീട് നമ്മൾ എലിജിബിലിറ്റി പറയുമ്പോൾ +2 പറയും, അപ്പോൾ മനസ്സിലാവും 2 വർഷം എഴുതാൻ പറ്റൂ. ആ 2 വർഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ക്ലാസ് +2, അതായത് +2 പഠിച്ച കുട്ടി, ആ +2 2024 പാസ് ഔട്ടായ കുട്ടിക്കും 2025 അപ്പിയർ ചെയ്യുന്ന കുട്ടിക്കും, അതായത് കഴിഞ്ഞ വർഷം എഴുതിയ കുട്ടിക്കും ഈ വർഷം എഴുതിയ കുട്ടിക്കും, അത് 2 കൺസിക്യൂട്ടീവ് ഇയർ ഏതാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം എഴുതിയ കുട്ടിക്ക് ഈ വർഷവും എഴുതാം. എന്നാൽ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം എഴുതി, എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയില്ല എന്ന് വിചാരിക്കുക, പറ്റൂല. അപ്പോൾ 2 കൺസിക്യൂട്ടീവ് ഇയറുള്ള എല്ലാവർക്കും പറ്റുകയില്ല. അതായത് അവരുദ്ദേശിക്കുന്ന ഇതാണ്, നിങ്ങൾ കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾ ഈ വർഷം പാസ് ഔട്ട് ആണെങ്കിലും എഴുതാം, ഈ 2 വർഷമേ പറ്റൂ. അതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കമ്പൽസറി ആയിട്ട് ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിട്ടുണ്ടാവണം. ഇനി അതിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ നോക്കാം. രജിസ്ട്രേഷൻ്റെ സൈറ്റ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് ഏപ്രിൽ 23 തുടങ്ങി, അവസാനിക്കുന്നത് മെയ് 2. അപ്പോൾ ഏപ്രിൽ 23 തുടങ്ങി മെയ് 2 5 മണി വരെ, വൈകിട്ട് 5 മണി വരെ മാത്രമാണ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ഉണ്ടാവുക. ഫീ പേയ്മെന്റ് നിങ്ങൾക്ക് മെയ് 5-ാം തീയതി വൈകിട്ട് 5 മണി വരെ സമയം കിട്ടും. ഇനി അതിന്റെ ഫീ ഡീറ്റെയിൽ നോക്കുക. സാധാരണ പെൺകുട്ടികൾ ഏത് കാറ്റഗറി ആണെങ്കിലും 1600 രൂപ അടച്ചാൽ മതി. അത് ജനറൽ ആയിക്കോട്ടെ OBC ആയിക്കോട്ടെ, ആർക്കും 1600 ആണ്. SC ST ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ 1600 രൂപയാണ്. ബാക്കി എല്ലാവരും തന്നെ 3200 രൂപയാണ്. അതായത് പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ആദ്യം പറഞ്ഞിരിക്കുന്നത്, ഏത് കാറ്റഗറി ആണെങ്കിലും പ്രശ്നമില്ല. പിന്നെ SC ST ഫിസിക്കൽ ഡിസബിലിറ്റി അവർക്കും 1600 ഉള്ളൂ. ബാക്കി ഈ 2 കാറ്റഗറിയിൽ പെടാത്ത എല്ലാവരും 3200 രൂപയാണ് അടയ്ക്കേണ്ടത്. അതേപോലെ തന്നെ OCI കാൻഡിഡേറ്റിന്റെയും ഫോറിൻ നാഷണൽസിന്റെയും ഒക്കെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് അപ്ലൈ ചെയ്യാൻ വേണ്ടതെന്ന് നോക്കാം. എല്ലാ കാൻഡിഡേറ്റ്സിനും ബാധകമാണ് ക്ലാസ് 10th സർട്ടിഫിക്കറ്റ്. എങ്ങനെയുള്ളത്? ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്ത ക്ലാസ് 10th സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് മതി. ഇനി +2 സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞത് 24 അല്ലെങ്കിൽ 25 കുട്ടികൾക്കേ പറ്റൂ. ഓക്കെ, അതും ശ്രദ്ധിക്കുക. ക്ലാസ് 10th സർട്ടിഫിക്കറ്റും ക്ലാസ് 12th സർട്ടിഫിക്കറ്റും. ഇനി EWS കാറ്റഗറി, ജനറൽ EWS പെട്ട കാറ്റഗറി ആണെങ്കിൽ മുമ്പ് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൂടാതെ അഡീഷണൽ എന്ത് ചെയ്യണം? ഏപ്രിൽ 1, 2025 അതിനുശേഷമോ കിട്ടിയ ഒരു EWS സർട്ടിഫിക്കറ്റ്, അത് താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം, മറക്കരുത്. താലൂക്കിലെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതേപോലെ OBC NCL ആണെങ്കിലും അവർ ഒരു NCL സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഏപ്രിൽ 1, 2025 അതിനുശേഷമോ, ഓൺ ഓർ ആഫ്റ്റർ ആണ്, ആ ഡേറ്റോ അതിനുശേഷമോ എടുത്തതായിരിക്കണം. അതും എവിടെ നിന്നുള്ളതാണ്? താലൂക്കിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. EWSന്റെ കേസിലാണെങ്കിലും NCL അല്ലെങ്കിൽ OBC NCL ആണെങ്കിലും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഏപ്രിൽ 1, 2025 അതിനുശേഷം എടുത്തതായിരിക്കണം, താലൂക്കിൽ നിന്നായിരിക്കണം. അതുപോലെ സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലായിരിക്കണം, സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിലുമായിരിക്കണം. ഇനി നിങ്ങൾക്ക് അതിന്റെ ഒരു ഫോമാറ്റ് ഇവിടെ കിട്ടും, ആ ഫോം ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ആ ഫോം ഇപ്പോൾ EWS ആയിക്കോട്ടെ NCL ആയിക്കോട്ടെ നിങ്ങൾക്ക് ആ ഫോം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻയൂ അത് ആ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ നിങ്ങൾക്ക് ഒരു അഫിഡവിറ്റ് കൊടുത്തും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ സമയത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ട് കിട്ടാൻ വൈകിയാൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഇതിന്റെ ഈ പ്രോസ്പെക്ടസിന്റെ എൻഡിൽ നിങ്ങൾ ഒരു കഫയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ആ പ്രോസ്പെക്ടസിന്റെ എൻഡിൽ നിന്ന് ഡോക്യുമെന്റ് എടുത്ത് തരും. അപ്പോൾ ആ ഡോക്യുമെന്റ് എന്ത് ചെയ്യുക? അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളതിൽ ഫില്ല് ചെയ്ത് നിങ്ങൾക്കതും അപ്ലോഡ് ചെയ്യാവുന്നതാണ്, പകരം ഇത് കിട്ടിയില്ലെങ്കിൽ. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ് ആണെങ്കിലും ഇതേപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം, വില്ലേജിലേതായിരിക്കരുത്, താലൂക്കിലേതായിരിക്കണം. ഫോർമാറ്റ് വേണമെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഇത് രണ്ടും അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഫോർമാറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു, അത് താലൂക്കിൽ ഏൽപ്പിച്ചു, നിങ്ങൾക്ക് സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവിടെ ഡിക്ലറേഷൻ കൊടുത്തും നിങ്ങൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക? UDID കാർഡ് ഉപയോഗിക്കാം. UDID കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർമാറ്റിലുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് എടുത്ത്, നിങ്ങൾക്ക് ബാധകമായിരിക്കുന്ന ഡോക്യുമെന്റ് എടുത്ത് ഏതെങ്കിലും ഒരു മെഡിക്കൽ അതോറിറ്റിയിൽ നിന്ന് അത് സാങ്ഷൻ ചെയ്ത് വാങ്ങി അതും അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഡിഫൻസിലുള്ള പേരൻസ്, അതായത് ഡിഫൻസിന്റെ കോട്ടയിൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഈ അനക്സറിൽ കൊടുത്തിരിക്കുന്ന ഫോം DS ഫില്ല് ചെയ്തിട്ട് അതും ഉപയോഗിക്കാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽ നോക്കാം. 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. ഓൾറെഡി പറഞ്ഞു 3 മണിക്കൂർ വീതമുള്ള 2 എക്സാം ആണ്. അതിൽ ഈ 2 പേപ്പർ നിർബന്ധമായിട്ടും അപ്പിയർ ചെയ്യണം. അതിൽ ഫിസിക്സ് ഉണ്ടാവും, കെമിസ്ട്രി ഉണ്ടാവും, മാത്സ് ഉണ്ടാവും. സിലബസ് ഈ പ്രോസ്പെക്ടസിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് സിലബസ് നോക്കിയെടുക്കാവുന്നതാണ്. ഇനി മോഡ് ഓഫ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ മോഡ് ഓഫ് എക്സാമിനേഷൻ CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഓഫ്ലൈൻ അല്ല, പെൻ ആൻഡ് പേപ്പർ അല്ല.
ഇനി ഒരുപാട് പേരുടെ സംശയമാണ് കേരളത്തിൽ സെന്ററുകൾ ഉണ്ടോ എന്നുള്ളത്. കേരളത്തിൽ ആലപ്പുഴയിൽ സെന്ററുണ്ട്, കണ്ണൂർ സെന്ററുണ്ട്, കാസർഗോഡ്, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ ഇത്രയും സെന്ററുകൾ കേരളത്തിൽ അവൈലബിൾ ആണ്. ഇനി ഇതുപോലെ തന്നെയാണ് ആർക്കിടെക്ചർ കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ. അപ്പോൾ ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതേണ്ടതുണ്ട്. അതായത് JEE അഡ്വാൻസ്ഡിന് പകരം JEE മെയിൻ എഴുതി ക്വാളിഫൈ ചെയ്ത കുട്ടികൾ JEE അഡ്വാൻസ്ഡിന് പകരം ആർക്കിടെക്ചർ കോഴ്സാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടതാണ് AAT എന്ന് പറയും, അതായത് ആർക്കിടെക്ചർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ അതിൻ്റെയും അപ്ലിക്കേഷൻ ഈ കൂടെ തന്നെയാണ് നടക്കുക. പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. അതിൻ്റെ ഷെഡ്യൂളോട് ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് JEE അഡ്വാൻസ് തന്നെയാണ്. ഈ AAT രജിസ്ട്രേഷന് വേണ്ടി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 2 തുടങ്ങി ജൂൺ 3 വരെയാണ്. ആകെ ജൂൺ 2, 3 തീയതികളാണ്. ഈ 3-ാം തീയതി വൈകിട്ട് 5 മണി കൊണ്ട് അതിനുള്ള സമയം കഴിയും. അതിൻ്റെ ടെസ്റ്റ് ജൂൺ 5-ാം തീയതി ആയിരിക്കും. ജൂൺ 8-ാം തീയതി അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് JEE അഡ്വാൻസ്ഡിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിരിക്കുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ JEE മെയിൻ ക്വാളിഫൈ ചെയ്ത് അഡ്വാൻസ്ഡിന് എലിജിബിൾ ആയ കുട്ടികൾക്ക് കാര്യങ്ങൾക്ക് ധാരണയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെ ഡീറ്റെയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.